ബിഗ് ബോസ് മലയാള സീസൺ 4 മത്സരാർത്ഥിയായി എത്തി ആരാധകരെ സമ്പാദിക്കുകയും പിന്നീട് ഇൻഫ്ലുവൻസറായും പബ്ലിക് ഫിഗറായും BJP പ്രവർത്തകനായും ശ്രദ്ധ നേടുകയും ചെയ്ത ആളാണ് റോബിൻ രാധാകൃഷ്ണൻ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി റോബിന്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. മുൻ ബിഗ് ബോസ് താരം വേദലക്ഷ്മിയും ആബിൽ ദേവുമാണ് റോബിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പലപ്പോഴായി കടം വാങ്ങിയ പണം റോബിൻ തിരികെ നൽകിയില്ല എന്നാണ് ഇരുവരുടെയും ആരോപണം. റോബിനെതിരെയുള്ള പുതിയ വിവാദം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിട്ടുണ്ട്. ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അപാര കഴിവ് റോബിനുണ്ടെന്നും കടം കൊടുത്തവരും പങ്കാളി ആരതിപ്പൊടി പോലും ആ കൺവിൻസിംഗ് പവറിൽ പെട്ടുപോയതാണെന്നും ചിലർ കുറിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആർഭാട വിവാഹം നടത്തി റോബിൻ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ആബിൽ ദേവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിങ്ങനെ: കഴിഞ്ഞ ഡിസംബർ വരെ ഞാനും റോബിനും തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ വരെ ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ റോബിൻ ഓടിക്കുന്ന കാർ പോലും വാടകയ്ക്കെടുത്തതാണ്. ദിവസം 4000 രൂപയാണ് ഇതിന് ചിലവാക്കുന്നത്. ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്ത ഓടി കാർ റോബിൻ പണയം വെച്ചു. ഭാര്യ വീട്ടിലും വലിയ പ്രശ്നം. ഓരോ തുക റോബിന് കൊടുക്കും മുമ്പ് ഞാൻ ആരതിപ്പൊടിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ആർഭാടപൂർവ്വമായിരുന്നു റോബിൻ്റെ വിവാഹം. ഇതിലും ബാധ്യത വന്നു. അനിയത്തിയുടെ വിവാഹം നടത്തിയും റോബിൻ ബാധ്യത വരുത്തിവെച്ചു എന്നാണ് ആബിൽ ദേവും ലക്ഷ്മിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്.